ഹലോ എവരിബഡി, ഞാൻ റിസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കടായി പനീർ. പനീറിൻ്റെ പല പ്രിപ്പറേഷനും ഉണ്ട്, പക്ഷേ ഇത് ഒരു സ്പൈസി പ്രിപ്പറേഷനാണ്. സ്പൈസി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. കടായി പനീറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം പനീർ. ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് 3 ക്യാപ്സിക്കം, ഗ്രീനും യെല്ലോയും റെഡും ഉണ്ട്. 3 കളറും വേണമെന്നൊരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനങ്ങ് എടുത്തു. ഗ്രീൻ മാത്രമാണെങ്കിൽ നിങ്ങൾ 3 മീഡിയം സൈസ് എടുക്കുക. ഇത് 3 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് 2 സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഇത് ഒരു 8 വെളുത്തുള്ളിയുടെ അല്ലി, ഇത് 1.5 ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് കടായി മസാല 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഇത് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് 3 ടേബിൾ സ്പൂൺ എണ്ണ, ഇത് 12 കാഷ്നട്ട് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ്, ഇതൊരു കുറച്ച് കസൂരി മേത്തി, ഇതൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇത് നമുക്ക് ചൂടാനായിട്ട് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ ഈ റഫിൽ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഇടുന്നു. ഇത് 2 മീഡിയം സൈസ് ഒനിയൻ ഉണ്ട്. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഇതിലേക്ക് ഇനി ഞാൻ ഈ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. 1 മിനിറ്റ് കഴിഞ്ഞു. തക്കാളി ഇട്ടു. ഈ ഉപ്പിക്കൂട്ട് ഒരു 1/2 ടീസ്പൂൺ ഇടുന്നു. ഇനി ഞാൻ ഈ കാഷ്യൂനട്ട് ഇടുന്നു. ഇത് നമുക്കിതൊന്ന് സിമ്മിലൊന്ന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിനി ഇളക്കാം. ഇതായിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. ടോട്ടൽ ഞാൻ 7 മിനിറ്റ് ഇത് സിമ്മിൽ വെച്ചു. ഇടയ്ക്ക് 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. ഇതിലേക്ക് ഞാൻ ഈ മുളക് പൊടി ഇടുന്നു. നമുക്ക് 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുന്നു. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേഗം അരയ്ക്കണം. ഇഫ് യു ആർ ഇൻ എ ഹറി, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് അരയ്ക്കാം. അല്ലെങ്കിൽ ഇത് തണുത്തിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കുക. ഗ്യാസ് ഓൺ ചെയ്തു. ഒരു കടായി വെച്ചു. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. നമുക്ക് എണ്ണ ചൂടാകുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ നമ്മുടെ ചൂടായി. ഇതിലേക്ക് ഞാൻ ഈ ഒനിയൻ പെറ്റൽസ് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത് ഇടുന്നു. 2 മിനിറ്റായി. ഇതിലേക്ക് ഞാൻ ഈ ക്യാപ്സിക്കം ഇടുന്നു. ഇത് നമുക്കൊരു 3 to 4 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും വേകണ്ട, ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കണം. ഇത് നമ്മുടെ ഈ ഒനിയനും ക്യാപ്സിക്കും ഒക്കെ ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഈ പനീർ ഇടാൻ പോകുന്നു. പനീർ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിടാം. പക്ഷേ പിന്നെ നമ്മുടെ എണ്ണയുടെ യൂസ് കൂടുതലായി പോവുകയാണ്. എപ്പോഴും നമ്മൾ ഓർക്കണം, ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാവുന്ന ഓയിൽ 35 ml. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുക്കിങ്ങിൻ്റെ സമയത്ത് ഓൾവേസ് റിമെമ്പർ യു ഷുഡ് യൂസ് മിനിമം ഓയിൽ. ഞാനൊരു 2 മിനിറ്റ് ഇത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കുന്നു. 2 മിനിറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കടായി മസാല ഇടാം. മഞ്ഞൾ പൊടി, ബാക്കി വരുന്ന ഉപ്പ്. കടായി പനീറിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഈ കടായി മസാല കൊണ്ടാണ്.
ഈ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കടായി ചിക്കണിൽ കാണിച്ചിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ ഓനിയൻ പേസ്റ്റ് ഇടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നു. ഒരു 3 മിനിറ്റ് ഞാൻ ഇത് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 200 ml വെള്ളം ഒഴിക്കുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളം. ഇതിലേക്ക് ഞാൻ കസൂരി മേത്തി ഇടുന്നു. ഒരു സ്വല്പം മല്ലിയില ഇടുന്നു. ഒരു 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിടുന്നു. നിങ്ങൾ എരിവ് നല്ലപോലെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി. സാധാരണ കടായി പനീറിൽ എപ്പോഴും ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളത് നല്ലതാണ്. ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്നിട വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. തിളച്ച് തുടങ്ങി. സിമ്മിൽ വെച്ചു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കാം. 10 മിനിറ്റായി. സീ ദ കൺസിസ്റ്റൻസി. നമ്മുടെ കടായി പനീർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഞാനൊരു 1/4 ടീസ്പൂൺ ഷുഗർ വെച്ചിരുന്ന് ഇടുന്നു. ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു സ്വല്പം മല്ലിയിലയും കൂടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് മിൽക്കിൻ്റെ ക്രീം ഇടാം. പക്ഷേങ്കിൽ അന്നേരം ആ ഒതൻറ്റിക് ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഞാൻ ഇതിൽ മിൽക്ക് ക്രീം ഇടാറില്ല. അപ്പോൾ നമ്മുടെ കടായി പനീർ ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.